നമസ്കാരം, എല്ലാവർക്കും സോഫീസ് ആൽബിയോൻസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യലായൊരു റെയിൻബോ കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെയിൻബോ കേക്കായിട്ടാണ് ഞങ്ങൾ വരുന്നത്. സോ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലേക്ക് ടോൺ ഓപ്ഷൻ നിൽക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോസ് ലഭിക്കത്തുള്ളൂ. ലൈക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 240 ml 2 കപ്പ് മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ അരിപ്പയിലിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന ബേക്കിംഗ് സോഡ, നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 മുട്ട പൊട്ടിച്ചിടുക കേട്ടോ. വലിയ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ 10 മുട്ട എടുക്കുന്നത്. ഒരു 2.5 കിലോയുടെ കേക്കാണ് ഞാനിപ്പം തയ്യാറാക്കുന്നത്. നമുക്ക് മുട്ടകൾ പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര പൊടിച്ചതാണ്. അപ്പം ഞാൻ കേക്കിൻ്റെ മൈദ അളന്ന അതേ അളവ് പാത്രത്തിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഇല്ലേ, അത് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ മൈദ എല്ലാം ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെല്ലെ വേണം മിക്സ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അതുകൊണ്ടാണ് നമ്മൾ മെല്ലെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന് ഓരോ കളറായിട്ടുള്ള കേക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ആ തവിയിൽ 3 തവി കേക്ക് മിക്സ് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 1/2 സ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡ് കളർ കേക്കാട്ടോ ഉണ്ടാക്കുന്നതിന് നമുക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ കേക്ക് ടീന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ പാനിലേക്ക് ഞാൻ കേക്ക് പാൻ എടുത്ത് വെക്കുവാണേ. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തു. നമ്മുടെ കേക്കൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കേക്കും റെഡിയാക്കിയെടുക്കാം. 3 കളർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ
6 കളർ കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ലെങ്തി വീഡിയോ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്ന ഒരു കേക്കാട്ടോ. ഒരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അങ്ങനെ ഇവിടെ കേക്കെല്ലാം നമ്മളിവിടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്രീം വിപ്പ് ചെയ്തെടുക്കണം. വിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ പാത്രവും പിന്നെ നമ്മുടെ ബീറ്ററിൻ്റെ പ്ലെയിനും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ബീറ്റ് ചെയ്യണം. എന്നാലും നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. നമുക്കിനി വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഏകദേശം 3/4 കപ്പല്ല 750 ഗ്രാം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കേക്കിൽ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ബോർഡ് വെച്ചു. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ പർപ്പിൾ കളറിൽ കേക്കാട്ടോ വെച്ച് കൊടുക്കണേ. അതിന് മുമ്പ് ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണോ മണ്ടഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടി നന്നായിട്ട് നമ്മൾ വെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ഓരോ കേക്കും സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് യെല്ലോ കേക്ക് വെച്ച് കൊടുക്കാം. ഓറഞ്ച്, നമ്മുടെ റെഡ് കേക്ക്. ക്രീമൊക്കെ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ക്രീമൊക്കെ നമ്മളൊരു പരുവത്തിൽ തേച്ച് ഇങ്ങനെ കൊടുത്തു. നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ പല കളറുകളും ആഡ് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഐസിങ് ബാഗിൽ ഞാൻ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഹോളിൽ കൂടി നമ്മുടെ വിപ്പിംഗ് ക്രീം കേക്കിലേക്ക് പ്രസ് ചെയ്ത് വെക്കും. നമ്മൾ കയ്യിലേത് സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം എടുക്കും നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ. ഇതുവരെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കിട്ടും നമുക്കിത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇവിടെ എത്തി. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.